ഒട്ടുമിക്ക ആളുകളിലും ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കില്ല ഈ വായപ്പുണ്ണ് അഥവാ അഫ്തസ് അൾസേഴ്സ്. ചുണ്ടിന്റെ ഉൾവശത്തും കവിളിലും സോഫ്റ്റ് പാലറ്റിലും ഇത് വന്ന് നന്നായി ഫുഡ് കഴിക്കാൻ പറ്റാതെ, സംസാരിക്കാൻ പറ്റാതെ, ചവയ്ക്കാൻ പറ്റാതെ ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവും അല്ലെ? ചിലർക്ക് ഇത് 1 വീക്ക് കൊണ്ട് മാറും, മറ്റു ചിലർക്ക് 2 ആഴ്ച വരെ എടുത്തേക്കാം. ജനറ്റിക് ആയിട്ടും ഇത് കണ്ടുവരാറുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് നോക്കാം. പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രഷിംഗ് അല്ലെങ്കിൽ ഡെന്റൽ എക്യുപ്മെന്റിന്റെ ഒരു വൂണ്ട് അല്ലെങ്കിൽ മുറിവ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഭയങ്കര വിഗറസ് ആയിട്ട് ബ്രഷ് ചെയ്യുക, എന്തുകൊണ്ടെങ്കിലും വായുടെ ഉൾവശത്ത് എവിടെയെങ്കിലും ഒരു മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ ആ മുറിവിൽ നിന്നും വായ്പുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പല്ലുകൊണ്ട് വായുടെ ഏതെങ്കിലും ഭാഗത്ത് കടിച്ചു പോകുമ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്. അതുപോലെ തന്നെയാണ് അയോഡിനും ഫോളിക് ആസിഡും. സ്ത്രീകളിലെ ഹോർമോൺ ചേഞ്ചസിന്റെ സമയത്ത് ലൈക്ക് ഓവുലേഷൻ ടൈമിലായാലും പ്രീ മെൻസ്ട്രൽ ടൈമിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ വായ്പുണ്ണ് കണ്ടുവരാറുണ്ട്. 5ാമത്തെ റീസൺ ആണ് സ്മോക്കിംഗ്. അതില് സ്മോക്കിംഗ് മാത്രമല്ല, പിന്നെ ഹാൻഡ്സ് ഉപയോഗിക്കുന്നതും മുറുക്കാൻ വെക്കുന്നതും എല്ലാം ഇൻവോൾവ് ആണ്. ഇത് ഒരു ലെവൽ കഴിഞ്ഞും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഓറൽ ക്യാൻസറിലേക്ക് വരെ നയിച്ചേക്കാം. ഇതുപോലെ ഒന്നാണ് വയറ്റിൽ പുണ്ണുണ്ടെങ്കിൽ വായിൽ പുണ്ണ് വരാനുള്ള സാധ്യതയുണ്ട്. H. പൈലോറി, സ്ട്രെപ്റ്റോകോക്കസ് ഇതിന്റെയൊക്കെ ഒരു ഇൻവോൾവ്മെന്റ് നമുക്ക് അസിഡിറ്റിയുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ വായ്പുണ്ണ് വരാനുള്ള സാധ്യത ഉണ്ട്. 7ാമത്തെ കാരണമായിട്ട് നമുക്ക് പറയാം സോഡിയം ലോറൽ സൾഫേറ്റ് ഒക്കെ, അതായത് ടൂത്ത് പേസ്റ്റിൽ കാണുന്ന കെമിക്കൽസ് ആണ്. ഇതിന്റെയൊക്കെ ഒരു അംശം നമ്മുടെ മ്യൂക്കോസ് ലെയറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കിയാലും ഇതുപോലെ വായ്പുണ്ണ് വരും. ഇനിയൊരു പ്രധാന കാരണമാണ് ഫുഡ് അലർജികൾ. നമ്മൾ എപ്പോഴും ഹോട്ടൽ ഫുഡ് കഴിക്കുന്ന ഒരു കണ്ടീഷനാണ്. ചില ഫുഡ് ഐറ്റംസ് ചിലർക്ക് അലർജി ഉണ്ടാവും. ബട്ടർ, ചീസ്, കോഫി, ഓറഞ്ച്, മിൽക്ക് പ്രോഡക്ട്സ്, ടൊമാറ്റോ, പിന്നെ നട്ട്സ്, പിന്നെ സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ ഇതൊക്കെ കഴിച്ചാലും ചിലർക്ക് വായ്പുണ്ണ് കണ്ടുവരാറുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള സീലിയാക് അസുഖങ്ങളുള്ളത്, കുടലിന് വയറിനൊക്കെ അസുഖമുള്ള ആൾക്കാർ, പിന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസിന്റെ ഒരു കോമ്പിനേഷൻ, അതൊക്കെ ഭാവിയിൽ വായ്പുണ്ണിലേക്ക് നയിക്കാം. ഇതുപോലെ തന്നെയാണ് ഓട്സ്, വീറ്റൊക്കെ അലർജി, ഗ്ലൂട്ടൻ അലർജി ഒക്കെ ഉള്ള ആൾക്കാർക്കും അത് കഴിക്കുകയാണെങ്കിൽ കൺസ്യൂം ചെയ്യുന്നതിന്റെ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ വായ്പുണ്ണ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനിത് എങ്ങനെയാ സംഭവിക്കുന്നത്? വായ്ക്കകത്തുള്ള ഒരു വഴുവഴുത്ത ഒരു മെംബ്രെയിൻ ഇല്ലേ, നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിന് പതിയെ പതിയെ കട്ടി കുറഞ്ഞു വരിക ചെയ്യാം. അവിടെ പൊട്ടൽ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഈ അൾസേഴ്സ് പൊതുവെ 3-4 ദിവസം കൊണ്ട് തന്നെ മാറും. ചില ഇമ്മ്യൂണിറ്റി കുറവുള്ള കണ്ടീഷനിലൊക്കെ 3-4 ആഴ്ച വരെ നിലനിന്നേക്കാം. ഇത് പേടിക്കേണ്ട ഒരു കണ്ടീഷനൊന്നും അല്ല. ക്യാൻസറസ് ആവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പക്ഷെ നിങ്ങൾക്ക് സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉണ്ട്, ഈ അൾസറിന്റെ വേദന കുറഞ്ഞു, പക്ഷെ അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണാം. ഇത് എങ്ങനെ മാറ്റാം? കാരണം ആദ്യം കണ്ടെത്താം. വിറ്റമിൻ B12 ഡെഫിഷ്യൻസി ആണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക നമ്മൾ ആഹാരത്തിൽ. ഇലക്കറി, ഇറച്ചി, പാല്, പഴങ്കഞ്ഞി ഇതൊക്കെ ഒരു റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് മോര് ഉപയോഗിച്ചിട്ട് നമുക്ക് വായിൽ കവളം ചെയ്യാം. എന്ന് വെച്ചാൽ വായിൽ വെച്ചുകൊണ്ടൊന്ന് ഗാർഗിൾ ചെയ്യാൻ പറ്റും. അതൊരു 20 സെക്കൻഡ് വെക്കുക. ലാക്ടോബാസിലസ് നന്നായിട്ടുണ്ടെങ്കിൽ അവിടെ അൾസറിന്റെ സാധ്യത കുറയും. സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മളെ സ്ട്രെസ് ലെവൽ ഒന്ന് കൺട്രോൾ ചെയ്യാനും ശ്രദ്ധിക്കുക. 1 ടീസ്പൂൺ ഉപ്പ് 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിനു ശേഷം ദിവസത്തിൽ ഒരു 3 തവണയെങ്കിലും ഒന്ന് വായിൽ ഗാർഗിൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യാനോ ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ കണ്ടീഷൻ വേഴ്സൺ ആവുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു വൈദ്യസഹായം തേടുക.